പോലീസും കോടതിയെല്ലാം നിങ്ങളുടെ കൈക്കുള്ളിലാണെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായി കാണും. അധികം അഹങ്കരിക്കൊന്നും വേണ്ട. ഞാൻ പുറത്തിറങ്ങി. ഇനി എന്റെ കളികൾ നിങ്ങൾ കണ്ടോ? എന്ത് വില കൊടുത്തും ഞാൻ സഞ്ജുവിനെ പുറത്തിറക്കും. മനസാക്ഷിക്ക് നിരക്കാത്ത പല തെമ്മാടിത്തരവും നീ കാണിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇനി എന്റെ കുടുംബത്തിലെ ആരെങ്കിലും നീ ദ്രോഹിച്ചു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഗിരിയേട്ടന്റെ അനിയത്തിയാണെന്നുള്ള പരിഗണന നിനക്ക് ഞാൻ തരില്ല. നീ കൂടുതൽ ഷോ കാണിക്കൊന്നും വേണ്ട. നീ വെറും ഒരു കോൺസ്റ്റബിൾ മാത്രമാ. നിന്നെ തീർക്കാൻ ഗോപാൽജിക്ക് എത്ര സമയം വേണ്ടി വരുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. എടി, ഒരു മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി വന്ന് ഒരു പോലീസുകാരിയാ നീ ഭീഷണിപ്പെടുത്തിയത്. ഇവളുടെ ജാമ്യം റദ്ദാക്കാൻ ഇത് ധാരാളല്ലേ വക്കീലെ? പിന്നെ വന്ന സ്പീഡിലേ തിരിച്ച് ജയിലിൽ കയറാം. എന്താ വേണോ? വേണ്ടടാ. എന്തൊക്കെ പറഞ്ഞാലും ചെയ്യാത്ത കുറ്റത്തിനല്ലേ ഇവള് ജയിലിൽ കയറിയത്. അതുകൊണ്ട് ക്ഷമിച്ചു വിട. ഇവൻ പറഞ്ഞുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെറുതെ വിടുക. ഇനി ഇങ്ങനൊരവസരം കിട്ടുമെന്ന് നീ കരുതണ്ട. പൊയ്ക്കോ. എന്റെ ഭഗവാനെ, എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആ പോയ പെണ്ണിന്റെ മുന്നിൽ നീ ഇങ്ങനെയൊന്ന് ജയിച്ചു നിക്കണേന്ന്. ദൈവമായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്നു. കൊടുകൈ കൊടുക്കടാ. അമ്മയ്ക്ക് സന്തോഷായി, സന്തോഷായി, സന്തോഷമായി. എന്താണാവോ പതിവില്ലാത്തൊരു പഞ്ച് ഡയലോഗൊക്കെ? പഴയ കാമുകിയുടെ മുൻപിൽ ഷൈൻ ചെയ്യാൻ നോക്കിയതല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയല്ലാന്ന്